ഹലോ, നമ്മളൊരു ലാബ് റെക്കോർഡ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം തന്നെ ബോട്ടണിയുടെ റെക്കോർഡാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഒരാൾ ഇപ്പോൾ നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണിക്കുമോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് പേജിൽ തന്നെ ഫസ്റ്റ് ഇയർ പ്രാക്ടിക്കൽസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. കംപ്ലീറ്റ് ക്യാപിറ്റൽ ലെറ്ററിൽ പെൻസിൽ ഉപയോഗിച്ചാണ് എഴുതിയിട്ടുള്ളത്. ഇനി സെക്കൻഡ് പേജിൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഫിഗറാണ് വരച്ചിട്ടുള്ളത്. ശേഷം പാർട്സൊക്കെ നമ്മൾ ടോട്ടൽ ലൈൻസ് ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് എല്ലാതും നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരേ ലൈനിൽ നിന്ന് തുടങ്ങുന്ന രീതിയിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. തേർഡ് പേജിൽ നമുക്ക് വരുന്നത് മൈറ്റോസിസിൻ്റെ ഫേസസ് ആണ്. അപ്പം ആദ്യത്തെ പേജിൽ നമ്മൾ രണ്ട് ഫേസാണ് വരച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ പ്രോഫേസ് സ്റ്റേജും സെക്കൻഡ് മെറ്റാഫേസ് സ്റ്റേജും. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഇതേ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ആ ഒരു പേജിലായിട്ട് എഴുതിയിട്ടുണ്ട്. നാലാമത്തെ പേജിൽ നമ്മുടെ മൈറ്റോസിസിൻ്റെ നെക്സ്റ്റ് രണ്ട് ഫേസസ് ആണ് അനാഫേസ് ആൻഡ് ടീലോഫേസ്. അത് കഴിഞ്ഞ് നമുക്ക് ഓസിലറ്റോറിയയുടെ ഫിഗറാണ്. ആദ്യം തന്നെ നമ്മൾ എ ഫ്യൂ ഫിലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടും കാണിക്കണം, എ സിംഗിൾ ഫിലമെൻറ്റ് എൻലാർജ്ഡ് എന്ന് പറഞ്ഞിട്ടും നമ്മൾ കാണിക്കേണ്ടതുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് മൈസീലിയ വിത്ത് സ്പൊറാഞ്ചിയ ഓഫ് റൈസോബസ് ആണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന നമ്മുടെ ഡിസ്ക്രിപ്ഷനും ലെഫ്റ്റ് സൈഡിലായിട്ട് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് സ്പൈറോഗൈറയാണ്. സ്പൈറോഗൈറയ്ക്ക് നമ്മൾ എ ഫ്യൂ ഫിലമെൻറ്റ്സും കാണിക്കണം, എ സിംഗിൾ സെൽ എൻലാർജറും ആ ഒരു ഫിഗറും നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് സർഗാസം താലസാണ് വരുന്നത്. അതിനകത്ത് നമുക്ക് മാർക്ക് ചെയ്യാൻ കുറവാട്ടോ. പിന്നെ നമുക്ക് വരുന്നത് അഗാരിക്കസ് ബെസീഡിയോ കാർപ്പാകുന്നു. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ, എന്നാലും പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പേജിൽ നമുക്ക് ഫ്യൂണേറിയ പ്രോട്ടോണിമയും വരുന്നുണ്ട്. ഫ്യൂണേറിയ ഗമറ്റോഫൈറ്റ് വിത്ത് സ്പോറോഫൈറ്റുമാണ് അടുത്ത പേജിൽ വരുന്നുള്ളത്. നെക്സ്റ്റ് പേജിൽ ഫേൺ സ്പോറോഫൈറ്റും അതുപോലെ തന്നെ ഫേൺ പ്രോതാലസുമാണ് വരുന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൈനസ് മെയിൽ കോൺ ആൻഡ് പൈനസ് ഫീമെയിൽ കോൺ. ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ പ്രാക്ടിക്കൽസ് ആയിട്ട് വരക്കാനും എഴുതാനും ഉള്ളത്. ഇനി ഒരു ഫ്രഷ് ആയിട്ടുള്ള പേജ് എടുത്ത് അതിനകത്ത് സെക്കൻഡ് ഇയർ പ്രാക്ടിക്കൽസ് എന്ന് എഴുതാം. വേറൊരു പേജിനകത്തായിട്ട് അനാട്ടമി എന്നും എഴുതാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടിഷ്യൂസാണ് വരക്കാൻ വേണ്ടിയിട്ടുള്ളത്. പാരങ്കൈമ, ക്ലോറങ്കൈമ, കോളങ്കൈമ, സ്ക്ലീറങ്കൈമ എല്ലാതും കറക്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വരക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ടി.എസ്. ഓഫ് മോണോകോട്ട് സ്റ്റെം. അപ്പം ഈ ഒരു ഫിഗർ ഇതിനകത്ത് നമുക്ക് ഡയഗ്രമാറ്റിക് ആയിട്ടും കാണിക്കാനുണ്ട്, എ പോർഷൻ എൻലാർജ്ഡും കാണിക്കാനുണ്ട്. ആ പോർഷൻ എൻലാർജ്ഡ് കാണിക്കുന്ന സമയത്ത് മാക്സിമം ചെറുതാക്കിയിട്ട് വരക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് ഇതിനകത്ത് കൊള്ളിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അടുത്തായിട്ട് വരുന്നത് ടി.എസ്. ഓഫ് ഡൈക്കോട്ട് സ്റ്റെം. ഇതെല്ലാം നമ്മൾ ഡയഗ്രമാറ്റിക്കും എ പോർഷൻ എൻലാർജ്ഡും കാണിക്കണം. അത് കഴിഞ്ഞ് ടി.എസ്. ഓഫ് മോണോകോട്ട് റൂട്ട്, ടി.എസ്. ഓഫ് ഡൈക്കോട്ട് റൂട്ട് ഇതെല്ലാം നമുക്ക് വരയ്ക്കേണ്ടതുണ്ട്. ഇനി ഒരു ഫ്രഷ് പേജിൽ ടാക്സോണമി എന്ന് എഴുതുക. അതിനുശേഷം സൊളനേഷ്യ എന്ന് പറയുന്ന ഹെഡിങ് മെയിനായിട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് കാലിക്സ്, കൊറോള, ഗൈനീഷ്യം, ഫ്ലോറൽ ഡയഗ്രാം ഇതൊക്കെ വരയ്ക്കണം. അത് കഴിഞ്ഞിട്ട് CS ഓഫ് ആന്ത്ര് ആണ് നമ്മൾ വരയ്ക്കുന്നുള്ളത്. അതിന് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഒന്നും എഴുതാനില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് എന്ന് ഒരു പേജിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക. ശേഷം അടുത്ത പേജിൽ നമുക്ക് മ്യൂച്വലിസും കമൻസാലിസും ആണ് നമുക്ക് വരക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഫിഗേഴ്സ്. നെക്സ്റ്റ് പാരസൈറ്റിസം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ബയോടെക്നോളജിയിലേക്ക് കടക്കുകയാണ് കേട്ടോ. അതിനകത്ത് നമുക്ക് ആദ്യം തന്നെ വരുന്നത് BT കോട്ടൺ ആണ്. അത് നമ്മൾ വരയ്ക്കല്ല ചെയ്തിട്ടുള്ളത്, പ്രിൻ്റ് എടുത്തിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അതേ പേജിൽ തന്നെ നമ്മൾ ബയോ റിയാക്ടറിൻ്റെ ഒരു ഫിഗറും കൂടെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് പേജിലായിട്ട് വരുന്നത് ക്ലോണിങ് വെക്ടറാണ്. ക്ലോണിങ് വെക്ടർ വരച്ച് മാർക്ക് ചെയ്യാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഇത് രണ്ട് സൈഡ് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ആ ഒരു സൈഡ് നമ്മളുടേത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ റെക്കോർഡിലൊക്കെ നമുക്കിത് ലൈൻസ് കാണാൻ പറ്റും. അങ്ങനെ ആ ഒരു ലൈൻസ് തുടങ്ങുന്ന പേജിൽ ഫസ്റ്റ് ആ ഒരു ലൈനുള്ള പേജിൽ പ്ലാന്റ് ഫിസിയോളജി എന്ന് എഴുതുക. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് എക്സ്പെരിമെൻറ്റുകളാണ് എഴുതുന്നത്. ഫസ്റ്റ് തന്നെ ഹൈഡ്രല എക്സ്പെരിമെൻ്റ് ആണ്. അതിനകത്ത് എയിം, മെറ്റീരിയൽസ് റിക്വയർഡ്, പ്രൊസീജിയർ, ഒബ്സർവേഷൻ ആൻഡ് ഇൻഫറൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു സബ് ഹെഡിങ്ങും നമ്മളിത് കംപ്ലീറ്റ് ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിൻ ഹെഡിങ് ഒക്കെ വേറെ കളർ ഉപയോഗിച്ചിട്ട് എഴുതാനും അതുപോലെ തന്നെ താഴെ അണ്ടർലൈൻ ചെയ്യാനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്റ്റഡി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റൊമാറ്റ എന്ന് പറയുന്ന എക്സ്പെരിമെൻറ്റ്. ലാസ്റ്റായിട്ട് നമുക്ക് പേപ്പർ ക്രോമറ്റോഗ്രഫി.
അത് കഴിഞ്ഞ ശേഷം ലാസ്റ്റ് ഒന്നും കൂടെ ഉണ്ട്. ഈസ്റ്റ് ഫെർമെൻറ്റേഷനാണ് നമ്മുടെ ലാസ്റ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതോട് കൂടിയിട്ട് നമ്മുടെ ബോട്ടണിയുടെ റെക്കോർഡ് ഇത് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഫിഗർ ഇത് നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് എഴുതിയിട്ടുള്ള ഫസ്റ്റ് പേജിൽ, അതായത് നമ്മുടെ ഹെഡിങ് എവിടെയാണോ കിടക്കുന്നത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ചിത്രങ്ങൾ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഇതുപോലെ തന്നെ ഹെഡിങ്ങും ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ഈ ഒരു എക്സ്പെരിമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും താഴെ അണ്ടർലൈൻ ചെയ്യുക കേട്ടോ, 2 ലൈൻസ് വെച്ചിട്ട്. പിന്നെ സബ് ഹെഡിങ് കൊടുക്കുക, അതും ക്യാപിറ്റൽ ലെറ്ററിൽ മറ്റേൻ്റെ, അത് മെയിൻ ഹെഡിങ്ങിൻ്റെ അത്രയും വലുപ്പമില്ലാണ്ട് എഴുതാനും നോക്കുക. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ബോട്ടണി റെക്കോർഡ് ഉള്ളത്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ വരയ്ക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഇൻഡെക്സ് പേജസ്. അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും ലാസ്റ്റിലാണ്, അതായത് എക്സാമിൻ്റെ ഒരു 4 ദിവസം മുന്നേക്ക് ആയിരിക്കും നമ്മളിത് എഴുതുന്നുണ്ടാവുക. അപ്പം ഇത് എഴുതുന്ന സമയത്ത് ഇത് നമ്മൾ ഓരോ ഫിഗറും വരച്ചിട്ടുള്ളത്, ഓരോ ഹെഡിങ്ങുകളും നമ്മൾ എഴുതിയിട്ടുള്ളത് ഏത് പേജിലാണ് എന്നുള്ളത് നമ്മളിത് ആ ഒരു പേജ് നമ്പർ എന്ന് പറയുന്ന കോളത്തിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഒരു പേജിൽ തന്നെ 2 ഫിഗർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ സെയിം പേജ് നമ്പർ തന്നെ കൊടുത്തിട്ടാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്.